പ്രവാചകനെ കുറിച്ച് വാതോരാതെ ചില ആളുകൾ ഒരു നല്ല കലാകാരനായിരുന്നു, ഒരു നല്ല ഡാൻസറായിരുന്നു, ഒരു നല്ല ഭർത്താവായിരുന്നു. ഇങ്ങനെ ഡാൻസറും കലാകാരനും ഒക്കെ ഞാൻ കൈ നിട്ടതാട്ടോ. അപ്പോൾ പ്രവാചകൻ നല്ല പിതാവ്, നല്ല ഭരണാധികാരി, നല്ല അയൽക്കാരൻ, നല്ല കൂട്ടുകാരൻ, നല്ല ഭർത്താവ്, നല്ല മകൻ എന്നു വേണ്ട. പ്രവാചകൻ മനസ്സാ വാച കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ചില സ്വഭാവ ഗുണങ്ങൾ പറയുന്നത് കേൾക്കാം. ശരിക്കും പ്രവാചകൻ ആരാണെന്നും പ്രവാചകൻ ചെയ്തത് എന്താണെന്നും പ്രവാചകൻ എന്തിനു വേണ്ടിയാണ് ഇക്കണ്ട യുദ്ധങ്ങളും കൊള്ളയും കൊലയും ഒക്കെ ചെയ്തതെന്നുമൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകളാണ്. കാരണം പ്രവാചകന്റെ മഹത്വങ്ങൾ ഇവരിങ്ങനെ വാതോരാതെ വിളിച്ച് പറയുമ്പോൾ ശരിക്കും നബി ചെയ്തത് എന്താണ് എന്നുകൂടി ലോകമറിയണ്ടേ? ആ പ്രവാചകന്റെ ശരിയായിട്ടുള്ള കൃത്യങ്ങൾ അറിയണമെങ്കിൽ ബനു ഖുറൈള, ഖൈബർ ഇതുപോലെയൊക്കെ ഒന്നോ രണ്ടോ ചെറിയ സംഭവങ്ങളൊന്ന് നോക്കിയാൽ മതി. പ്രവാചകൻ ഒരാളെ കൊല്ലാൻ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡത്തിൽ ഒന്ന് രോമവളർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. കാരണം അടിമുടിയായിരുന്നു പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അന്നും ഇന്നും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അടിമുടി തന്നെയാണ് പ്രശ്നം. കാരണം പെണ്ണിന്റെ കാലിൻ്റെ ഇടയിലാണല്ലോ ഇസ്ലാം നിലകൊള്ളുന്നത്. ഇരിക്കട്ടെ, നിങ്ങൾ സിറിയൻ കോടതി ഇന്ന് വിധിച്ച ഒരു വധശിക്ഷയെക്കുറിച്ച് കേട്ടിരുന്നോ? നിർബന്ധമായിട്ടും കേൾക്കണം. ഒരു സുന്ദരനായ, സുമുഖനായ, യുവകോമളനായിട്ടുള്ള, ക്ലീൻ ഷേവ് ചെയ്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു സിറിയയ്ക്ക് മുമ്പ്. ആ പ്രവാചകനെ മുഴത്തിനു മുഴമായും ചാണിന് ചാണായും പിൻപറ്റിയ ഒരു യഥാർത്ഥ സുന്നത്തിന്റെ പിൻഗാമിയായിരുന്നു അദ്ദേഹം. അറിയില്ല? ഞാൻ പറഞ്ഞുതരാം. മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ്, അദ്ദേഹത്തിന്റെ പേരങ്ങനെയായിരുന്നു. ഇന്ന് തൂക്കാൻ വിധിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഭരണത്തിലിരുന്ന സമയത്ത് നടത്തിയ ക്രൂരമായിട്ടുള്ള യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതിന്റെ പേരിലാണ് അസദിന് കോടതി വധശിക്ഷ വിധിച്ചത്. ചോദിക്കട്ടെ, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് ഇവര് പറയപ്പെടുന്ന മുഹമ്മദ് നബി ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ, സൗദി അറേബ്യയിലാകട്ടെ, ഇനി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കട്ടെ, പ്രവാചകൻ അന്ന് ചെയ്തതൊക്കെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ ബാഷർ അൽ അസദിന്റെ ഗതി തന്നെ ആയിരിക്കുമായിരുന്നില്ലേ പ്രവാചകന്റെ അവസ്ഥ? സൗദി അറേബ്യയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? UAE ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പോ ഈ ബാഷർ അൽ അസദിന്റെ അഭാവത്തിലാണ് അതായത് സിറിയൻ കോടതി ചരിത്രപരമായിട്ടുള്ള ഈ വിധി, ഈ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത്. ഇയാളുടെ സഹോദരനും മുൻ സൈനിക മേധാവിയുമായിട്ടുള്ള മഹേർ അൽ അസദ്, മുൻ സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള ആതിഫ് നജീബ്, ഇവർക്ക് 2 പേർക്കും കൂടി കേസിൽ കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലായിരുന്നു മുഹമ്മദ് നബി ജീവിച്ചിരുന്നതെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, പിന്നെ തുടങ്ങിയ പ്രവാചകന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവാചകൻ ചില അനുചരന്മാർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, 10ഓളം സ്വഹാബിമാർക്ക്. അവരുടെയൊക്കെ ഗതി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ ചോദിക്കട്ടെ, ഈ പ്രവാചകന്റെ ഏത് ചര്യയാണ് ഇന്ന് നിങ്ങൾക്ക് പിൻപറ്റാൻ ധൈര്യമായിട്ട് പറ്റുന്നത്? ഒരു മതരാജ്യത്താകട്ടെ, ഒരു ജനാധിപത്യ രാജ്യത്താകട്ടെ, പറ്റുമോ? 2011 അരങ്ങേറിയ ധാരാ കലാപകാലത്ത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബോധപൂർവം വധിച്ചതിനും കസ്റ്റഡിയിലെടുത്തവരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനുമാണ് ആതിഫ് നജീബിന് പരമാവധി ശിക്ഷ നൽകിയത് എന്ന് കോടതി വ്യക്തമാക്കി. പ്രവാചകന്റെ അനുചരന്മാരായി നടന്നിട്ട് പ്രവാചകന്റെ വീട്ടിൽ ഒരു പുരുഷ സാന്നിധ്യം കണ്ടു എന്ന് സംശയിച്ച് അലിയോട് പറയുന്നു, അവന്റെ തലയെടുത്തിട്ട് വായോ. എന്തിനാ വന്നത്, ഏതിനാ വന്നത്, ആരാ വന്നത്? ഒന്നുമില്ല, തലയെടുക്കാൻ കൽപ്പിച്ചു വിടുക. എന്നതൊക്കെ നടക്കുക. 2011 സിറിയയിൽ വലിയ രൂപത്തിലുള്ള ജനകീയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയ സംഭവമായിരുന്നു ധാരാ പ്രവിശ്യയിൽ നടന്ന ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ. ഈ അസദ് ഭരണകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാതെ പിടിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ പ്രമുഖനാണ് ഇയാൾക്ക് ഇന്ന് വധശിക്ഷ വിധിച്ച വ്യക്തി.
അരനൂറ്റാണ്ടിലേറെ നീണ്ട അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യ ഭരണത്തിന് വിരാമമിട്ട് 2024 ഡിസംബറിലാണ് പ്രക്ഷോഭകാരികൾ തലസ്ഥാനമായിട്ടുള്ള ഡമസ്കസ് കീഴടക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ കണ്ടല്ലോ, 1970 മുതൽ കൊമേനി അടക്കി ഭരിക്കുവാണ് ഇറാൻ. അന്നും ആ ജനത പ്രത്യാശിച്ചു ഒരിക്കൽ ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന്. അതല്ലേ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൂടി അവർക്ക് സാധൂകരിച്ചു കൊടുത്തത്. ഇപ്പോൾ സിറിയയിലെ പ്രക്ഷോഭകാരികൾ ഡമസ്കസ് നഗരത്തിന്റെ അടുത്തെത്തിയതോടുകൂടി അസദും കുടുംബവും സിറിയ വിട്ട് റഷ്യയിലെ മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ നിന്നാൽ തടികേടാകുമെന്ന് മനസ്സിലായി. കാരണം ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അത് തുടർന്ന് അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാരാണ് മുൻ ഭരണാധികാരികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതികൾ മുഖേന വിചാരണ നടപടികൾ സ്വീകരിക്കുന്നത്. അങ്ങനെ പുതിയ സർക്കാർ വന്നതിന് ശേഷം പഴയ ഭരണ നേതൃത്വത്തിലുള്ള ഉന്നതർക്കെതിരെ പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വിധിന്യായമായിരുന്നു ഇവന്റെ തലയെടുക്കണമെന്നത്. 5 ലക്ഷത്തോളം പേരുടെ ജീവൻ എടുക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കുകയും ചെയ്ത 14 വർഷം നീണ്ട സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചരിത്ര വിധി പുറപ്പെടുവിക്കുന്നവർ. ചിന്തിക്കുന്നില്ല, നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് അവരും. അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, വേദനകളുണ്ട്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയുണ്ട് അവർക്ക് എന്ന് മനസ്സിലാക്കണ്ടേ. ഇത്രയും ലക്ഷം ആളുകളെ പലായനം ചെയ്യാൻ കാരണക്കാരനായവൻ മണിക്കൂറുകൾ കൊണ്ട് ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. റഷ്യയില് മോസ്കോയിൽ ഇയാൾക്ക് അഭയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇവനില്ല കുടുംബവും. സിറിയയിലെ 10 പതിറ്റാണ്ടോളം ഇരുമ്പു മറയ്ക്കുള്ളിലാക്കി ഭരിച്ച അസദ് സിറിയയെ മുഴുവനും അടക്കി ഭരിക്കുമായിരുന്നു. അവന്റെ ഇഷ്ടം മാത്രം നടക്കണം. മനുഷ്യനെ റബ്ബർ ഷീറ്റ് അടുക്കി വെക്കുന്നത് പോലെ മെഷീനിലിട്ട് ചോരയും നീരും വാർന്ന് റബ്ബർ ഷീറ്റ് പോലെ അടുക്കി വെക്കാൻ പ്രത്യേകം മെഷീനും കശാപ്പ് ശാലയും ഉണ്ടാക്കി വെച്ചിരുന്നവൻ അറിഞ്ഞില്ല, എനിക്കും ഇതുപോലെ ഒരു തടവറ ഒരുങ്ങുന്നുണ്ട്. രാജവംശത്തിലെ 2ാമത്തെ ഭരണാധികാരിയാണ് ഈ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന കശാപ്പുകാരൻ. അസദിന്റെ പിതാവ് ഹാഫിസ് അൽ അസദ് 1971 മുതൽ 2000 വരെ നീണ്ട 3 പതിറ്റാണ്ട് കാലം സിറിയയിലെ സർവാധിപതിയായിട്ട് രാജ്യം ഭരിച്ച പാരമ്പര്യമുണ്ടായേക്ക്. 2000 പിതാവിന്റെ മരണശേഷമാണ് ലണ്ടനിൽ നേത്രരോഗ വിദഗ്ധനായിരുന്ന ബാഷർ അൽ അസദ് സിറിയയുടെ അധികാരം ഏറ്റെടുക്കുന്നത്. ചെയ്ത ജോലിയോട് കൂറു പുലർത്തി കൊല്ലുന്നതിന് മുമ്പ് എല്ലാ മനുഷ്യരുടെയും കണ്ണ് ചൂഴ്ന്നെടുക്കാൻ അവൻ മറന്നില്ല. തന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ ചില രാഷ്ട്രീയ ഉദാരവൽക്കരണങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും ഒക്കെ ഇയാൾ തുടക്കമിടുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. വൈകാതെ തന്നെ പിതാവിന്റെ അതേ ഏകാധിപത്യ വഴികളിലേക്ക് ഇയാളും തിരിയുമായിരുന്നു. അധികാരത്തിൽ തുടരാൻ പ്രതിപക്ഷ കക്ഷികളെയും ജനകീയ ശബ്ദങ്ങളെയും നിഷ്കരുണം അടിച്ചമർത്തുന്ന നയമാണ് അസദ് ഭരണകൂടം സ്വീകരിച്ചത്. ആയത്തുള്ള അലി ഖൊമേനിയും അതേ രീതി തന്നെ, അവന്റെ തന്ത ഹയാത്തുള്ള അയാളും അതേ രൂപം തന്നെ സ്വീകരിച്ചു. 2011 അല്പം വൈകിയെത്തിയ അറബ് വസന്തം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സിറിയ മുഴുവനും ജനങ്ങൾ അസദ് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്നു. എന്നാൽ സമാധാനപരമായി പ്രതിഷേധിച്ച ജനങ്ങൾക്ക് നേരെ അസദിന്റെ സൈന്യം ക്രൂരമായി അടിച്ചമർത്തൽ അഴിച്ചുവിട്ടു. ഇതാണ് പിന്നീട് രാജ്യം കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഒന്നായി മാറിയത്. ഇത് തന്നെയാണ് ഇന്ന് ഇറാനിലും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടുകാർക്ക് നേരെ രാസായുധങ്ങൾ പ്രയോഗിച്ചത് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് അസദ് ഭരണകൂടത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നത്. പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെയും വിമത വിഭാഗങ്ങളെയും നേരിടാൻ റഷ്യയുടെയും ഇറാന്റെയും സൈനിക സഹായം അസദ് തേടുകയായിരുന്നു. വർഷങ്ങളോളം രാജ്യത്തെ ചോരക്കളമാക്കിയത് ഒടുവിൽ 2024 ഡിസംബറിൽ വിമത സഖ്യസേനകളുടെ ശക്തമായ മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അസദിന്റെ ഭരണം തകർന്നു. ഡമസ്കസ് നഗരം പ്രക്ഷോഭകാരികൾ പിടിച്ചെടുത്തതോടുകൂടി അസദും കുടുംബവും മോസ്കോയിലേക്ക് പലായനം ചെയ്തു. റഷ്യയിൽ അഭയം പ്രാപിച്ചതുകൊണ്ടു മാത്രം അസദിനെയോ സഹോദരനെയോ നേരിട്ട് ഹാജരാക്കാൻ കോടതിക്ക് സാധിച്ചില്ല. എന്നാൽ രാജ്യത്ത് തുടർന്ന ആതിഫ് നജീബ് ഉൾപ്പെടെയുള്ളവരെ വിചാരണ ചെയ്തതിനു ശേഷമാണ് കാണാമറയത്തിരിക്കുന്ന മുൻ ഭരണാധികാരികൾക്ക് കൂടി ബാധകമാകുന്ന രൂപത്തിൽ സിറിയൻ കോടതി വധശിക്ഷ വിധിക്കുന്നത്.
ഈ വിധി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തേ മതിയാകും. നന്ദി.